എന്റെ മെസ്സേജുകൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം, അവർ ഈ കാര്യങ്ങൾ അവർക്ക് വളരെ വേണ്ടപ്പെട്ടവരോട് പറയുമ്പോൾ, അതായത് എന്റെ മെസ്സേജിനെ കുറിച്ചും അവർക്ക് കിട്ടിയ ചില അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് ആരും അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. ഇതാണ് പലരും എന്നെ വിളിച്ച് പറയുന്ന കാര്യം. വളരെ വേണ്ടപ്പെട്ടവരാണ്, സ്വന്തം വീട്ടിലുള്ളവർ തന്നെയാണ്, ഭാര്യ, ഭർത്താവ്, അങ്ങനെയൊക്കെ വളരെ വേണ്ടപ്പെട്ടവരടുത്ത് പോലും. കാരണം പല രീതിയിൽ അവർ അവതരിപ്പിക്കാറുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിന്റെ കാരണം ഇതാണ്, നമ്മൾ പ്രാർത്ഥന ശരിയല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ പല രീതിയിലും അവർ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരുന്നില്ല. കാരണം പലരും വിശ്വസിക്കുന്നില്ല. ഇത് വലിയൊരു പ്രശ്നമായിട്ട് പലരും എന്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ ചില മെസ്സേജിൽ ഇതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഈ ഭൂമിയിൽ ആത്മീയ വളർച്ച പല ലെവലിലാണ് ഓരോരുത്തരിലും ഉള്ളത്. നമ്മൾ കാണുമ്പോൾ എല്ലാവരും ഒരേപോലെ ചിരിക്കുന്നു, കളിക്കുന്നു, സന്തോഷിക്കുന്നു. ചിലപ്പോൾ വലിയ ഉദ്യോഗസ്ഥരാകുന്നു, ചിലർക്ക് ചെറിയ ചെറിയ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഒരിക്കലും ആത്മീയ വളർച്ച നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാര്യം ഏതൊരു മനുഷ്യനെയും നമുക്ക് അവർ സംസാരിച്ചത് കൊണ്ടൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പാടാണ്. എന്നാൽ മനസ്സിലാക്കാനുള്ള വഴി, നമ്മൾ ഈ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരെത്ര അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു, അല്ലെ എത്ര അവർ ഉൾക്കൊള്ളുന്നു, എത്ര അവര് ശരിയെന്ന് സമ്മതിക്കുന്നു, അവരിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ, അവരുടെ റെസ്പോൺസ്, ഇതൊക്കെ വെച്ച് ആത്മീയ വളർച്ച നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പൊ വലിയ വലിയ ലെവലിൽ കളക്ടർ ആണെങ്കിലും, അല്ലെങ്കിൽ വലിയ പ്രധാനമന്ത്രി ആയാലും, രാഷ്ട്രപതി ആയാലും, വലിയ വലിയ നിലയിൽ നിൽക്കുന്ന സയന്റിസ്റ്റുകളായാൽ പോലും അവരുടെ ആത്മീയ വളർച്ച നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ അവരുടെ ജീവിത രീതിയും പൊസിഷനും കണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പിടികിട്ടില്ല. ചിലപ്പോൾ ഒരു കൊച്ചു കുട്ടിക്കായിരിക്കും അത് ഭയങ്കരമായ ആത്മീയ വളർച്ച ഉള്ളത്. ചിലപ്പോൾ ഒരു സാധു കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചു കുട്ടിക്കായിരിക്കും എല്ലാവരെക്കാട്ടിലും, നമ്മൾ ഈ കാണുന്ന സമൂഹത്തിലെ പലരെക്കാട്ടിലും നല്ല ആത്മീയ വളർച്ച ഉള്ളത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പാടാണ്. പക്ഷെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, ആത്മീയ അറിവുകൾ ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോണ്ടിലൂടെയും അവരുടെ മറുപടിയിലൂടെയും അങ്ങനെയൊക്കെ നമുക്ക് അവരുടെ വളർച്ച മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് ആത്മീയ മേഖലയിൽ മാന്യമായ ഒരു അറിവുണ്ടായിരിക്കണം, അതിലൂടെ പല അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് വെച്ചിട്ട് മറ്റൊരു വ്യക്തിയുടെ അറിവുകൾ നമുക്ക് അളന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്റെ മെസ്സേജിൽ കേൾക്കുന്ന പലർക്കും പല രീതിയിലുള്ള ആത്മീയ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളവരായിരിക്കും, അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പൊ ആ അനുഭവം വെച്ചിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടും നിങ്ങളുടെ ആത്മാക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ മനസ്സിന് ഇത് ശരിയാണ്, ഇതാണ് കറക്റ്റ് എന്ന ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ പറയുന്ന, അല്ലെ എന്റെ ആത്മീയ വളർച്ചയുടെ ഏതാണ്ട് ലെവലിൽ വളർന്ന ഒരു ആത്മാവാണ് നിങ്ങളുടെ ആത്മാവെന്ന് മനസ്സിലാക്കണം. ഇനിയിപ്പോ എന്നെക്കാട്ടിലും ആത്മീയ വളർച്ച നേടിയവരുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കേസ് വിട്ടേക്കാം, ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ ആത്മീയ ലെവൽ, അല്ലെ നിങ്ങളുടെ ആത്മീയ ലെവലിലുള്ള ഒരു വളർച്ച നിങ്ങൾക്ക് പിടികിട്ടി, ആ ലെവലുണ്ട് നിങ്ങൾക്ക്. അത് വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും, അല്ലെ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ഈ കാര്യങ്ങൾ കേൾക്കുന്ന വ്യക്തി അതിൽ എത്ര അംഗീകരിക്കുന്നു, എത്രയാണ് ആ വ്യക്തിയുടെ അനുഭവത്തിലൂടെ വ്യക്തിയും സമ്മതിച്ച് അല്ലെങ്കിൽ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത്, അത് വെച്ച് മനസ്സിലാക്കണം നിങ്ങളുടെ അതേ ലെവലിലാണ്, അല്ലെങ്കിൽ എത്രത്തോളം ലെവലിലുണ്ട് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ 100% ഇതാണ് കറക്റ്റ്, ഇതാരിങ്ങനെയൊക്കെ പറയുന്നു, ഇതാണ് എന്റെയും പണ്ടേയുള്ള എന്റെ മനസ്സിലെ ശരികൾ, നിങ്ങൾക്കത് മനസ്സിലായല്ലോ, എന്റെ അതേ ശരിയിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്നൊക്കെയാണ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മറുപടി ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഏതാണ്ട് ഒരേ റേഞ്ചുള്ള വളർച്ചയുള്ളവരാണ് എന്ന് തിരിച്ചറിയണം. അതേസമയം ഇതൊക്കെ പറയുമ്പോൾ ആത്മാവോ ശരി, അങ്ങനെ ഒരു സംഗതിയെ ഇതൊക്കെ ആര് നിന്നെ പറ്റിക്കാൻ പറഞ്ഞു തരുന്നു, ഇതൊക്കെ വെറും പൊട്ട എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ നിമിഷം അവരോടുള്ള സംസാരം നിർത്തിക്കളയണം. വെറുതെ ഇറിറ്റേഷൻ ചെയ്ത് നമുക്ക് വിരോധം ആയി മാറാം. ചിലപ്പോൾ നല്ലൊരു ബന്ധത്തിൽ നിൽക്കുന്ന ഒരു ബന്ധുവായിരിക്കാം, ശത്രുത വരെ വന്നെന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് പതുക്കെ നിർത്തിക്കളയുക. പക്ഷെ ഉപേക്ഷിച്ച് കളയരുത്. കുറച്ച് ദിവസം, നാളുകൾ കഴിയുമ്പോൾ എന്തെങ്കിലും വിഷയങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ട രീതി മുതൽ, ശരിക്കും നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഒറ്റ ദൈവമേ ഉള്ളൂ, പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ദൈവമേ ഉള്ളൂ എന്ന ഒരു അടിസ്ഥാനം മാത്രം ആ സമയത്ത് പറയണം. അല്ലാതെ ഒരു കുഴപ്പമില്ലാതെ പോകുന്ന സമയത്ത് വലിയൊരു സംഗതി നിങ്ങളെ കയ്യിൽ കിട്ടി, നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ കുറെയൊക്കെ അനുഭവിച്ചു, ഇപ്പൊ നിങ്ങളുടെ സ്വപ്നത്തിലൂടെയും അല്ലെങ്കിൽ മറ്റ് ദർശനത്തിലൂടെയൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചാൽ പോലും ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ റിജക്ട് ചെയ്യുന്ന ആ വ്യക്തികളോട് സംസാരിക്കരുത്.
ഇതേപോലെ നിങ്ങളുടെ ശരികൾ എത്രയാണോ ഉൾക്കൊള്ളുന്നത് അത് വെച്ച് നിങ്ങൾ അവരുടെ റേഞ്ച് പിടികിട്ടണം. ഇപ്പൊ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു 1/4% നിങ്ങൾ പറയുന്നത് പോലെ യോജിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം അങ്ങോട്ട് കറക്റ്റ് ആകുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ശരികളായിരിക്കും, നിങ്ങൾ അനുഭവിച്ച ശരികളുമായിരിക്കും. പക്ഷെ അത് മറ്റേ പുള്ളി അത്ര അങ്ങോട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അത്രയും വളർച്ച ആത്മാവിന് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അല്ലാതെ നിരാശ വരരുത്. കാരണം നമ്മളിപ്പോ ഒരാളുടെ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ആത്മീയമായിട്ട് ചില വിഷയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആത്മീയ വളർച്ച വന്ന നിങ്ങൾ, ദൈവമായിട്ടൊരു നല്ല പോസിറ്റിവിറ്റിയിലേക്ക് വരുന്ന നിങ്ങൾക്ക് മറ്റുള്ളവരെയൊക്കെ സഹായിക്കണം, അവരെയും രക്ഷിക്കണം, ഈ സത്യം നമുക്ക് കിട്ടിയ ഈ മധുരകരമായ ഈ രഹസ്യങ്ങളും സത്യങ്ങളും അവരെ അറിയിക്കണം എന്ന വ്യഗ്രത പോസിറ്റീവ് ആത്മാക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അത് ചിലരുടെ കുഴപ്പം മാത്രമല്ല, എല്ലാവർക്കും, എനിക്കുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഈ വ്യഗ്രത കാരണം അവരും നമുക്ക് കിട്ടിയ നല്ലത് അവരും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കൊണ്ട് നീട്ടുമ്പോൾ അവരത് പുച്ഛിച്ച് കളയുമ്പോൾ ഭയങ്കരമായ നിരാശ വരും. ആ നിരാശ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് റിസൾട്ട് നല്ലതായിരിക്കും എന്നും പറഞ്ഞ് അവർ സ്വീകരിക്കും എന്ന ഒരു മുൻകൂർ വിശ്വാസത്താൽ നിങ്ങൾ പോകരുത്. ശരിക്കും വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കട്ടെ, അവരുടെ റേഞ്ച് അനുസരിച്ച് അവർ എടുക്കാനുള്ളത് എടുക്കും, ചിലപ്പോൾ പുച്ഛിക്കും എന്ന ഒരു മനസ്സ് വെച്ചിട്ട് പോയാൽ നിരാശ വരൂല. ഇപ്പൊ സ്വന്തം വീട്ടിലുള്ള ഭർത്താവാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ പോലും ഇത് അംഗീകരിക്കും എന്ന് വിശ്വസിക്കരുത്. ദൈവമേ ആ വ്യക്തിക്ക് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാകണമേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് രണ്ട് മനസ്സിൽ നമ്മൾ പോകണം. ചിലപ്പോൾ അംഗീകരിക്കും, ചിലപ്പോൾ അംഗീകരിക്കില്ല. അപ്പൊ അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് നിരാശയൊന്നും വരില്ല. അംഗീകരിച്ചില്ലെങ്കിൽ മനസ്സിലായിക്കൊണ്ട് നമ്മുടെ ആത്മവളർച്ചയ്ക്ക് അത്ര വളർച്ച ഇല്ലാത്ത ആത്മാവെന്ന് മനസ്സിലാക്കി അപ്പോഴും കളയുക. അവസരം വരും, സമയം വരും, എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നമൊക്കെ വരുമ്പോൾ പതുക്കെ ഒന്ന് പറഞ്ഞു നോക്കണം. അപ്പോഴും അംഗീകരിക്കില്ല, പിന്നെയും എന്തെങ്കിലും വിഷമോ പ്രശ്നം വരുമ്പോൾ അപ്പോഴും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പല ആവർത്തി പല രീതിയിലും നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷെയർ ചെയ്ത് നമ്മളെ കൂടെയുള്ള വീട്ടിൽ കൂടെ താമസിക്കുന്നവർക്ക് ചെറിയ മാറ്റങ്ങൾ വരികയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മളിലുള്ള മാറ്റങ്ങൾ അവരെ കൊണ്ട് മനസ്സിലാക്കിക്കണം. അപ്പം നമ്മൾ മാറിയാലേ അവർ ശ്രദ്ധിക്കും. അതെല്ലാ മനുഷ്യരും ശ്രദ്ധിക്കും. ഈ വ്യക്തി പണ്ടത്തെ പോലെ അല്ലല്ലോ, പണ്ട് ഇത്ര പല കാര്യത്തിലും തെറ്റായ രീതിയിൽ നിൽക്കുന്നത് ഇപ്പൊ പല കാര്യങ്ങളും ഓക്കെ ആയി ചെയ്യുന്നുണ്ട്, സാമ്പത്തികമൊക്കെ ലാഭം വരുന്നുണ്ട്, അനാവശ്യമായി നഷ്ടങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങളൊന്നും വരുന്നില്ല. ഇങ്ങനെയൊക്കെ പല രീതിയിലും കൂടെ താമസിക്കുന്നവർ അത് മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കി വന്നാൽ മാത്രമേ നമ്മൾ ഇതാണ് ശരി അല്ലെങ്കിൽ ഇങ്ങനെ കുറെ രഹസ്യങ്ങളും സത്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയുള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക, റിജക്ട് ചെയ്യണമെങ്കിൽ അങ്ങ് ഉപേക്ഷിക്കുക. പിന്നെ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ രീതിയും മാറ്റി കാണിച്ചു കൊടുക്കുക. നമ്മൾ പോസിറ്റീവാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അവർ നമ്മളെപ്പോലെ പോസിറ്റീവാനായിട്ട് അവർ തന്നെ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ അവരും പോസിറ്റീവാകും. അങ്ങനെ പോസിറ്റീവായി വരുമ്പോഴാണ് അവരുടെ ആത്മാവ് കുറച്ച് വളർന്നു വരുന്നത്. അങ്ങനെ വളർന്നു വരുമ്പോഴേ നിങ്ങളിത് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ തെറ്റായ രീതി നിൽക്കുമ്പോൾ ആത്മാവിനൊട്ട് ബലമില്ല. അപ്പൊ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആദ്യമേ ദൈവിക രഹസ്യങ്ങളും മർമ്മങ്ങളും ഇതൊന്നും അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. പോസിറ്റീവായി ജീവിക്കാനുള്ള, ജീവിതത്തിൽ എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആകാം, അതിനുള്ള അങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾ ഉപദേശിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാതെ നിങ്ങൾ തന്നെ ആദ്യം ജീവിച്ച് കാണിച്ചിട്ട് അതേപോലെ അവരെ കൊണ്ട് ജീവിപ്പിക്കുക. അപ്പൊ അറിവുള്ളവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നവരുടെ അടുത്ത് ആത്മീയ കാര്യങ്ങൾ ഷെയർ ചെയ്യാം, അത് ഒരു സൈഡ്. ഷെയർ ചെയ്യാത്തവരുടെ അടുത്ത് നിരാശ തോന്നാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ്. മാക്സിമം നിങ്ങൾ പോസിറ്റീവായി ജീവിച്ചിട്ട് അവരെ കൊണ്ടും പോസിറ്റീവ് ആക്കുക. അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലോട്ട് നിങ്ങൾ വരുമ്പം ഇവിടെ അത്രയും ചിലന്തിയുടെ വലയും പൊടിയൊക്കെ ആണല്ലോ, ഇതിങ്ങനെ കിടന്നാൽ നമുക്കൊരു നെഗറ്റീവ് ഫീലാണ് ഈ വീട്ടിലെ, അങ്ങനെ വരരുത് എന്ന് പറഞ്ഞിട്ട് വേറെ ആത്മീയൊന്നും പറയരുത്. ആ വല പതൊക്കെ നിങ്ങൾ തന്നെ ചുവട്ടിന്ന് എടുക്കുകയും ചെയ്തിട്ട് നിങ്ങളെ പങ്കാളിയെ കൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കണം. 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴത്തേക്കും വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇതേപോലെ നെഗറ്റീവ് കാണുന്നുണ്ടെങ്കിൽ ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷെ ഇതൊക്കെ എനിക്ക് ഒരു ഇരണക്കേട് പോലെയാണ് എന്ന് പറഞ്ഞിട്ട് അധികം ഒന്നും പറയാൻ പോകരുത്, വിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കണം. നിങ്ങളിങ്ങനെ ചെയ്ത് കാണിച്ചിട്ട് അത് കുറച്ച് അവിടെ എവിടേക്ക് ഇരിപ്പുള്ളത് നീ കൂടെ ഒന്ന് റെഡിയാക്കുക അല്ലെ എന്ന് പറഞ്ഞ് നമ്മളെ പാർട്ട്ണറെ അല്ലെ വീട്ടിലുള്ള മറ്റംഗങ്ങളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയായാലും അച്ഛനായാലും നമുക്ക് പറഞ്ഞ് ചെയ്യിക്കാം. അവരുടെ മുറിയിൽ പോയി ജസ്റ്റ് കയറുമ്പോഴേക്കും തുണികളൊക്കെ അലങ്കോലായി കിടക്കുന്നു. പതുക്കെ നിങ്ങൾ അടുക്കി വെക്കണം. അടുക്കി വെച്ചിട്ട് ഇതാണ് എന്റെ വൃത്തി, ഇങ്ങനെ കിടക്കുന്നതേ ഒരു അപലക്ഷണമാണ് എന്നേ പറയും. നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പോലും പറയണ്ട, ഒരു ഇരണക്കേടാണ് എന്ന് ജസ്റ്റ് പറയുക. തുണിയൊക്കെ ജസ്റ്റ് ഒന്ന് അടുക്കി വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ പിന്നെയും തുണിയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് വന്നത് അടുക്കിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾ അടുക്കണം. അടുക്കിയില്ലെങ്കിൽ അവരെ മുമ്പിൽ വെച്ച് നിങ്ങൾ അടുക്കണം. അപ്പൊ അവർക്കതൊരു ജാള്യത ഫീൽ ചെയ്യും. 2, 3, 4 പ്രാവശ്യം നിങ്ങൾ തന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അവർക്കത് ഒരു നാണക്കേടായിട്ട് അവർ തന്നെ ചെയ്തു കൊടുക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്ക്.
പക്ഷെ നമ്മൾ ഇതിനെ കിടന്ന് ഡയലോഗ് ഇവിടെയോ പഠിപ്പിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ പോസിറ്റീവായി കാണിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവരും കൂടെ നിന്നും കൊണ്ട് അവരത് ചെയ്യും. പിന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ അവർ കറക്റ്റ് ആയിരിക്കും, തന്നെ അത് അവിടെ റെഡിയാക്കിയിരിക്കും. അങ്ങനെ കാണുന്ന വീട്ടിലോ നമ്മുടെ പരിസരത്തോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജീവിതത്തിലോ കാണുന്ന നെഗറ്റീവുകളെ അവരവർ തന്നെ മാക്സിമം പോസിറ്റീവായി മാതൃക കാണിക്കണം. അങ്ങനെ മാതൃക കാണിക്കുമ്പോൾ ഒന്ന്, അവർ നിങ്ങളെ അളക്കും, നിങ്ങൾക്ക് മാറ്റം വന്നെന്ന് അവർക്ക് മനസ്സിലാവും. രണ്ട്, അവരും പോസിറ്റീവ് ആകുമ്പോൾ തന്നെ അവരുടെ ആത്മാവ് വളർന്നു തുടങ്ങും. ഇത് അവർ പോലും അറിയില്ല. അവർ പോസിറ്റീവ് ആയവേ നിങ്ങളെ കണ്ടുകൊണ്ടാകുമ്പോൾ തന്നെ അവരുടെ ആത്മാവ് പവർഫുൾ ആവും. കാരണം അവരുടെ ആത്മാവ് മുരടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അത് പവർഫുൾ ആയി വരുമ്പോൾ താനെ അവർ തന്നെ നിങ്ങളടുത്ത് ദൈവിക കാര്യങ്ങളും അതും ഇതുമൊക്കെ ചോദിച്ചു തുടങ്ങും. ഉദാഹരണത്തിന് തന്നെ വീട്ടില് നാമം ജപിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ ബൈബിളൊക്കെ വെറുതെ തുറന്ന് എന്തെങ്കിലുമൊക്കെ വായിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറിവുള്ള നിങ്ങൾ ശരിക്കും ഇത് വെറുതെ ഇങ്ങനെ വായിക്കുന്നതിനെക്കാട്ടിലും ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കി വായിച്ചു നോക്ക്. ജസ്റ്റ് ഈ ഒരൊറ്റ കാര്യം ഒന്ന് പറയുക. മിക്കവരും ഞാൻ കണ്ടിട്ടുള്ളത് വെറുതെ എന്തെങ്കിലും പറയുന്നു, ഒരു ചടങ്ങ് പോലെ ഒരു സമയമാകുമ്പോൾ പറയുന്നു, അടക്കി വെക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത വീട്ടില് ഞാൻ കാണുന്ന കാര്യമാണ്, TV ഓൺ ചെയ്ത് സീരിയൽ ഇട്ടായിരിക്കും. കറക്റ്റ് 6-6:30 മണിയാകുമ്പോൾ ഒരു വിളക്കം കത്തിച്ച് ഈ ബുക്ക് എടുത്ത് വെച്ചുകൊണ്ട് എന്തോ വളവളവള പറയുകയും ചെയ്യും. ഒരു കണ്ണ് ആ സീരിയലിലായിരിക്കും. സീരിയൽ കണ്ടുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പതുക്കെ TV ഓഫ് ചെയ്തിട്ട് അമ്മ അല്ലെങ്കിൽ വീട്ടിലുള്ളവരത് ജസ്റ്റ് ഇത് ഭക്തിയോടെ വായിച്ചിട്ട് നമുക്ക് സീരിയൽ കാണാം, അല്ലെങ്കിൽ അത് എന്തോ ഒരു എറണക്കേട് എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് പ്രവർത്തിച്ച് കാണിക്കണം. അപ്പൊ അവർ പോകുന്നൊക്കെ ആകുമ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ടങ്ങ് പോവുക. പിന്നെ അവിടെ തർക്കിക്കാൻ നിൽക്കരുത്, ചിരിച്ചുകൊണ്ടങ്ങ് പോകണം. നാളെ ഇങ്ങനെ കാണുമ്പോൾ ഇതെന്തോ ഒരു എറണക്കേട്, ഒന്നുകിൽ TV കാണും അല്ലെങ്കിൽ ഇത് വായിക്കും എന്ന് പറഞ്ഞ് TV നിങ്ങൾ തന്നെ അങ്ങ് ഓഫ് ചെയ്യണം. 2 പ്രാവശ്യം ചെയ്യുമ്പോൾ പിന്നെ പ്രതികരിക്കുമ്പോൾ ഓഫ് ചെയ്യുക, നിങ്ങളങ്ങ് പോവുക. അല്ല അവിടെ നിന്നും കൊണ്ട് തർക്കിച്ച് നിൽക്കുന്നത് നെഗറ്റീവ് ആവും. നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് ചിരിച്ചും കൊണ്ടങ്ങ് പോകുന്നു. അപ്പൊ അവർ എഴിച്ച് വന്ന് പിന്നെ ഓഫ് ആദ്യം ഓൺ ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും 2 ദിവസം 3 ദിവസം അടുപ്പിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ അവർ എഴിച്ചൊന്ന് ഓൺ ചെയ്യാൻ ശ്രമിക്കില്ല. അവിടെ ദൈവം പ്രവർത്തിക്കും. അവിടെയാണ് ആ പോസിറ്റീവ് ശക്തിയുടെ പ്രവൃത്തി നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ കൂടെ ഉള്ളവരടുത്ത്, ഇനി വേറൊരു കാര്യം പറയുമ്പോൾ ഇത് വീട്ടിലുള്ളവരടുത്ത് ഇങ്ങനെ പ്രവർത്തിക്കുക. കാരണം അവർ നമ്മളെ കൂടെ താമസിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ അമ്മയെ അച്ഛൻ, ചിലപ്പം അമ്മായി അമ്മ, അമ്മായി അച്ഛൻ, ഭർത്താവിന്റെ സഹോദരൻ സഹോദരി, അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരൻ, ആരെങ്കിലൊക്കെ നമ്മളെ വീട്ടിൽ ഒന്നിച്ചൊരു കൂട്ടുകുടുംബം പോലെയാണെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും നെഗറ്റിവിറ്റി ആ വീട്ടിൽ താമസിക്കുന്ന പോസിറ്റീവായ ആളിനെയും ബാധിക്കും. അപ്പൊ ബാക്കിയുള്ളവരെയും പതുക്കെ പതുക്കെ പോസിറ്റീവാക്കി എടുത്താലേ പോസിറ്റീവായ ഒരാൾക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. പണ്ട് അങ്ങനെയല്ല. പണ്ടത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വീട് കംപ്ലീറ്റും ബാക്കിയുള്ള അംഗങ്ങളെല്ലാം തലതിരിഞ്ഞിരിക്കുകയായിരിക്കും. ഒരാൾ പോസിറ്റീവ് ആയിട്ട് ദൈവമായിട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അവനെ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് ഓടികളയും. ഇപ്പൊ ദൈവം പറയുന്നത് അങ്ങനെയല്ല. അങ്ങനെ ഓടയല്ല ചെയ്യാനുള്ളത്. അവിടെ നമ്മൾ നിന്ന് ബാക്കിയുള്ള നെഗറ്റീവ്സിനെല്ലാം തോൽപ്പിച്ച് നമ്മൾ അവിടെ ജയിച്ച് കാണിക്കാനാണ് ദൈവം ഇപ്പോൾ പറയുന്നത്. അതാണ് ഈ കാലഘട്ടത്തിൽ ജയിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇനി നെഗറ്റീവ്സിനെ തോറ്റ്, അസുരന്മാരെ തോറ്റ് ദേവന്മാർ ഓടുന്ന കാലഘട്ടമല്ല ഇത്. അപ്പൊ നമ്മൾ ഇനി ജയിക്കണം. ദൈവിക റൂട്ടിൽ വരുന്നതും ഈ ദൈവോട്ടർ കമ്മ്യൂണിക്കേഷനായി വരുന്ന സകലരും ഇനി ജയിച്ച് വേണം മുന്നോട്ട് പോകാൻ. എങ്കിലേ ആ ആത്മാക്കൾക്ക് സത്യയുഗത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഓടിക്കളയരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഞാൻ ഓരോ മേഖലകളിൽ ഇപ്പം കിച്ചണിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ പാത്രമൊക്കെ മൊത്തം നാശമായിട്ട് കിടക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഇത് എന്തോ വല്ലാത്ത ഒരു വിമിഷ്ടം ഇതിന്റെ അകത്ത് കയറുമ്പോൾ പണ്ടത്തെ പോലെ അല്ല, എനിക്കെന്തോ ഇപ്പൊ അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ 1-2 പാത്രം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വിളിക്കണം, വൈഫിനെ വിളിക്കണം, വന്ന് കഴുകിയിട്ടാണ് ഞാൻ സഹായിക്കാം എന്നും പറഞ്ഞ് നിങ്ങൾ ആദ്യം 1-2 പ്രാവശ്യം ഒന്ന് സഹായിക്കണം. ഇപ്പൊ വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ ചെയ്യുക. അപ്പൊ സ്ത്രീകൾ ചെയ്യേണ്ട ജോലി സ്ത്രീകൾ ചെയ്തില്ലെങ്കിൽ പുരുഷന്മാർ അവിടെ ചെയ്ത് തുടങ്ങാനായിട്ട് കാണിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല, ഇതൊക്കെ കറക്റ്റ് അടുക്കും ഇതായിട്ട് വെച്ചേക്കണം, ഇത് അലമ്പാണ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ശരിയാവൂല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ അത് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നെഗറ്റീവ് എന്ന് അന്നേ തന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചിട്ട് പോയാലും 1-2 പ്രാവശ്യം സ്ഥിരമായി നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും ആ നാണക്കേട് കാരണം കൂടെയുള്ള ഭാര്യ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ അവർ തന്നെ പിന്നെ അടുക്കള അത് ചെയ്തോളും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ 1-2 പ്രാവശ്യം ശ്രമിച്ചു നോക്ക്. പിന്നെ നിങ്ങൾ വരുമ്പോഴേക്കും അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ ആ വീട്ടിലെ സ്ത്രീകൾ തന്നെ അവിടെ വൃത്തിയായി വെച്ചിരിക്കും. കാരണം നിങ്ങൾക്കത് എറണക്കേടെന്ന് പറയാവും. ഒരിക്കലും ദൈവം ആത്മീയം എന്നുള്ള കാര്യം പറയരുത്. അങ്ങനെ പറയുമ്പോഴാണ് അവരിലുള്ള നെഗറ്റീവ് കൊണ്ട് ഇളവുന്നത് ആരായാലും. അപ്പൊ പോസിറ്റീവ് ആയിരിക്കണം നിങ്ങൾ. ഇതൊരു എറണക്കേടാണ്, എനിക്കിത് ഇഷ്ടമല്ല എന്ന രീതിയിൽ നിങ്ങളത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അവരും അത് തന്നെ ചെയ്തു തുടങ്ങും. ഇങ്ങനെ ഓരോ മേഖലകളിലും നിങ്ങൾ തന്നെ ശ്രമിച്ചു കൊടുക്കണം. ആരാണോ പോസിറ്റീവായി നിൽക്കുന്നത് അവർ വേണം മുൻകൈ എടുത്ത് ചെയ്യാൻ. ഇനി അതുപോലെ തന്നെ വളർന്നു വരുന്ന കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. എന്റെ ആദ്യ കാലത്തെ മെസ്സേജിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും പലരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ മറന്നുപോയി കാണാം.
എന്തായാലും കുട്ടികളെ ഒരു പ്രായപൂർത്തിയാകുന്നവര് 16-17 വയസ്സ് വരെ അതായത് നമുക്കതറിയാം, നമ്മളെ നിയന്ത്രണത്തിൽ അനുസരണയോടുകൂടി നിൽക്കുന്നു എന്ന കാലത്തോളം നമ്മൾ അവരെ നമ്മുടെ മതവിശ്വാസത്തിൽ തന്നെ അവരെ തുടരാൻ സമ്മതിക്കണം. കാരണം സൃഷ്ടാവ ദൈവമാണ്, പ്രവൃത്തി മതി, വീട് മതി, വീട്ടിലിരുന്ന് ധ്യാനിച്ചാലും മതി എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ അവരെ പഠിപ്പിച്ചാൽ അറിവില്ലാത്ത കുട്ടികൾ, അവർക്ക് അത്രത്തോളം ആത്മവളർച്ച ഇല്ലാത്തത് കാരണം അവരുടെ ആത്മാവ് സ്വതന്ത്രരല്ല, ചിലപ്പോൾ വളർച്ച ഉള്ള ആത്മാവ് ആയിരിക്കില്ല, ഒട്ടും ആത്മവളർച്ച ഇല്ലാത്തതാണെങ്കിൽ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൈവഭക്തി ആ ഒരു ചിട്ട കുട്ടികളിൽ കൊണ്ടുവന്നിരിക്കണം. അവരെ എന്ത് മതത്തിന്റെ ആണെങ്കിലും, ഇപ്പം ഏത് രീതിയിലാണെങ്കിലും ഒരു ചിട്ട അവിടെ ഉണ്ടായിരിക്കണം, ഒരു ദൈവഭക്തി ഉണ്ടായിരിക്കണം. അതോടൊപ്പം അവർക്ക് സൃഷ്ടാവ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും യഥാർത്ഥ ദൈവം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ പ്രവൃത്തി നല്ല പ്രവൃത്തിയിലാണ്, അല്ലെങ്കിൽ പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ ജീവിക്കുന്നതാണ് നമ്മുടെ പോസിറ്റീവ് എന്നും അങ്ങനെ ജീവിക്കുന്നവരെ പ്രാർത്ഥനയാണ് ഈ ദൈവം കേൾക്കുന്നതെന്നൊക്കെ മാറി വേറെ രീതിയിൽ അവർ പറഞ്ഞു കൊടുക്കുകയും മതത്തിന്റെ അനുഷ്ഠാനങ്ങളും ചടങ്ങുകളിലേക്ക് അവരെ സ്വതന്ത്രമായി വിട്ടുകൊടുക്കുകയും ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ സൃഷ്ടാവ ദൈവത്തെയാണ് വെച്ചിരിക്കുന്നതെന്നും അല്ലെങ്കിൽ ആ ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കുന്നതെന്നും കുട്ടികളിൽ വളർച്ചയില്ലാത്തത് കാരണം അവരെ ഒരു മതചിട്ടയിൽ കൊണ്ടുവരാൻ വേണ്ടി തൽക്കാലം ചെയ്യുന്നതാണെന്നുള്ള സത്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരിക്കലും മനസ്സുകൊണ്ട് മതചടങ്ങുകളുടെ പിറകെ പോയാൽ ദൈവത്തിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി കുറയും, കാരണം അവിടുത്തെ നെഗറ്റീവ് നിങ്ങളെ ബാധിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ശക്തമായ ഒരു വിശ്വാസം ആ ദൈവത്തിൽ വെച്ചും കൊണ്ട് ഇത് കുട്ടികൾക്ക് വേണ്ടി തൽക്കാലമായി ഞാൻ നിൽക്കുന്നതാണെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്രൊട്ടക്ഷൻ കിട്ടും. കുട്ടികൾ തൽക്കാലമായി വരുമ്പോൾ അവർ തന്നെ നമ്മളുടെ പറയും, ഈ സൃഷ്ടാവ ദൈവത്തെയാണ് അച്ഛനും അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നത്, പ്രവൃത്തി മതിയെങ്കിൽ പിന്നെ ഈ അമ്പലത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് എപ്പോഴെങ്കിലും പിള്ളേർ ചോദിച്ചു തുടങ്ങിയാൽ മനസ്സിലായിക്കൊള്ളണം അവരുടെ ആത്മാവും വളർന്നു തുടങ്ങി, പവർഫുൾ ആയി തുടങ്ങി. അങ്ങനെ ചോദിക്കാത്ത കാലത്തോളം അവരെ സ്വതന്ത്രമായി വിടണം. ഇനി അവരങ്ങനെ വന്ന് പ്രായപൂർത്തിയായി വിവാഹപ്രായമായിട്ടും ഇങ്ങനൊരു ചോദ്യം വരുന്നില്ല, മതചടങ്ങളിൽ തന്നെയാണ് അവരുടെ മനസ്സ് അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു യഥാർത്ഥ ദൈവം എന്താണ്, മറ്റ് ശക്തികൾ എന്താണ്, ദേവന്മാരാണ്, ദേവിമാരാണ്, ദൈവം അല്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അവരുടെ മനസ്സ് അത്ര എത്തുന്നില്ല. അവരിപ്പോഴും ആ അമ്പലത്തിലൊക്കെ പോയി മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അവിടെയാണ് ഭക്തി എങ്കിൽ അവരെ നിങ്ങൾ സ്വതന്ത്രമായി തന്നെ വിടണം. കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ മനസ്സ് അവരുടെ ആത്മാവ് അത്രയും വളരാത്തത് കൊണ്ടാണ് അവർ അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ അവരെ സ്വതന്ത്രമായി വിട്ടുകൊടുക്കുക. നിങ്ങൾ എങ്ങനെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് ഈ കാലഘട്ടത്ത് അല്ലെങ്കിൽ ഇത്രയും പ്രായമായപ്പോൾ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ ദൈവം തന്നെ അവരെ സമയമെടുത്ത് ഇതെല്ലാം മനസ്സിലാക്കിച്ച് അനുഭവത്തിലൂടെ അവരെയും പഠിപ്പിച്ചുകൊള്ളും. അതിനുവേണ്ടി പ്രായപൂർത്തിയായ മക്കളെ, വിവാഹപ്രായമൊക്കെ വിവാഹം കഴിഞ്ഞ് അത് സ്വന്തമായി ജോലിയൊക്കെ നോക്കി ജീവിക്കുന്ന മക്കളെയൊക്കെ സ്വതന്ത്രമായി നിങ്ങൾ വിട്ടുകൊടുക്കണം. പിടിച്ചു വെച്ച് നിർബന്ധിപ്പിച്ച് ചെയ്യിക്കരുത്. കാര്യം ആത്മാവ് വളർച്ചയില്ലാത്തതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കടമ പൂർത്തീകരിച്ചു, അവർക്കൊരു ജോലി റെഡിയായി കൊടുത്തു, അല്ലെങ്കിൽ വിവാഹം കഴിപ്പിച്ച് അയച്ചു. അപ്പൊ നിങ്ങളുടെ കടമ അവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി അവരെ സ്വതന്ത്രമായി വിടാൻ പഠിക്കണം. ബാക്കി ദൈവം അവരെ പഠിപ്പിച്ചോളും. അതിനുവേണ്ടി നിങ്ങൾ മാറിയിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? അവർക്കും ബോധം വരുത്തത്തക്ക രീതിയിൽ ദൈവം അവരുടെ മേൽ പ്രവർത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അവരുടെ ആത്മവളർച്ച പെട്ടെന്നായിരിക്കണമേ എന്നും പ്രാർത്ഥിക്കണം. ഇങ്ങനെ വീട്ടിലെ കുട്ടികളോട് നിങ്ങൾ ഈ രീതിയിലായിരിക്കും പെരുമാറേണ്ടത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വൃത്തിയും വെടുപ്പും വീട്ടിലുള്ള ഈ പോസിറ്റിവിറ്റിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ നയിച്ചതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടും അത് ചെയ്യിപ്പിക്കണം. പെൺകുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു പ്രായമാകുമ്പോൾ തന്നെ ഇത്തിരി ജോലിയൊക്കെ ചെയ്യുന്ന ലെവലാകുമ്പോൾ തന്നെ അമ്മയെ സഹായിക്കാൻ കണക്കിന് അവരെ ചെറുതിലേ പ്രേരിപ്പിക്കണം. എത്ര പഠിക്കുന്ന കുട്ടിയായാലും എന്ത് കഴിവുള്ള കുട്ടിയായാലും അമ്മയെ സഹായിക്കാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം, ഏത് വിദ്യാഭ്യാസം? നമ്മുടെ ഗ്രഹം ഡീൽ ചെയ്യാനുള്ള വിദ്യാഭ്യാസം, അടുക്കള പാചകത്തിന്റെ വിദ്യാഭ്യാസം, ഇതൊക്കെ വീട്ടിൽ നിന്ന് കൊടുത്തിരിക്കണം, അടിസ്ഥാനം കൊടുത്തിരിക്കണം. ഇത് നിയമമാണ്, ദൈവത്തിന്റെ പ്രകൃതി വ്യവസ്ഥയാണ്. അല്ലാതെ പഠിക്കുന്ന കുട്ടിയാണ് എനിക്ക് വന്ന ഗതി എന്റെ മക്കൾക്ക് വരരുതെന്നും പറഞ്ഞ് പിള്ളേരെ അങ്ങനെ ഫുൾ ടൈം പഠിപ്പിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയാൽ പ്രകൃതിയുടെ വ്യവസ്ഥ പ്രകാരം ആ പെൺകുട്ടി തെറ്റിപ്പോവും. നാളെ നിങ്ങൾ കരയേണ്ടിയും വരും. അതുകൊണ്ട് എത്ര പഠിക്കുന്ന കുട്ടിയായാലും അടിസ്ഥാനപരമായിട്ട് ഒരു പെണ്ണിന് വേണ്ട കാര്യങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. അതിന് മാതാപിതാക്കൾ മുൻകൈയെടുത്ത് അവർ തന്നെ ചെയ്തു കൊടുക്കണം. ആൺകുട്ടികളാണെങ്കിൽ പോലും അമ്മയെ സഹായിക്കുന്ന രീതിയിൽ, പെൺകുട്ടികളെ സഹായിക്കുന്ന രീതിയിൽ പാചകവും അങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഒരു ആൺകുട്ടിയും അറിഞ്ഞിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള സകല കാര്യങ്ങളും കുട്ടികളിൽ തന്നെ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. ചില മടി കാണും. മടി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്ത് കാണിക്കണം. ഇപ്പം ഒരു അച്ഛൻ കിച്ചണിൽ കയറി അമ്മയെ സഹായിക്കാൻ വേണ്ടി കയറുമ്പോൾ മോനെ നീയും വാ എന്നും പറഞ്ഞ് ആൺകുട്ടിയെയും വിളിച്ച് ചെറിയ ചെറിയ സഹായങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അച്ഛൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മോനും ചെയ്യും.
മോനെ കൊണ്ട് ചെയ്യിപ്പീര് എന്ന് പറഞ്ഞ് വിടുമ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിലും ഈ ജനറേഷൻ നല്ല ബുദ്ധിയുള്ള പിള്ളേരാണ്. അവർ ചിന്തിക്കും, അച്ഛൻ ചെയ്യാത്ത കാര്യം എന്തിന് ഞാൻ ചെയ്യണം എന്ന് ആ കുട്ടി ചിന്തിക്കും. അതുകൊണ്ട് അച്ഛൻ അത് ചെയ്ത് സാമ്പിളായിട്ട് കാണിച്ചു കൊടുക്കണം. എന്നാലേ പിള്ളേരത് ചെയ്യുള്ളൂ. ഈ കാണുന്ന മിക്ക സ്ഥലത്തും ഞാൻ കാണുന്നത് ഇതാണ്. മാതാപിതാക്കൾ പിള്ളേരെ കൂടെ നന്നാക്കാൻ ശ്രമിക്കും. അതിനുവേണ്ടി കർശനമായ വഴക്ക്, സ്ട്രിക്റ്റ് അത് ചെയ്യും. മാതാപിതാക്കൾക്ക് യാതൊരു അടുക്കും ചിട്ടയും കാണയില്ല. പ്രകൃതിയുടെ ഒരു വ്യവസ്ഥയും മാതാപിതാക്കൾ പാലിക്കുകയില്ല. പക്ഷെ എവിടുന്നോ എന്തൊക്കെ പഠിച്ചു വെച്ചിട്ട് മക്കളെ നല്ല നിലയിൽ എത്തിക്കണമെന്നും പറഞ്ഞ് മക്കളെ ആയിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. പിള്ളേർക്ക് ബുദ്ധിയുള്ള പിള്ളേരാണ്. അവർ കറക്റ്റാ നോക്കും. അമ്മയ്ക്കും അച്ഛനും ഇല്ലാത്ത കാര്യം എന്തിനേ ഞാൻ ചെയ്യണം എന്നേ പിള്ളേർ ചിന്തിക്കുകയുള്ളൂ. കൊച്ചു കുട്ടികളായതുകൊണ്ട് പേടിച്ച് അവരിപ്പോ ചെയ്യും. കുറച്ചുനാൾ കഴിഞ്ഞ് അവർ അച്ഛനോളം വളർന്നു കഴിയുമ്പോൾ, അമ്മയോളം വളർന്നു കഴിയുമ്പോൾ അവർ എതിർത്തിരിക്കും, അവർ തർക്കിച്ചിരിക്കും. അന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. എത്ര സൃഷ്ടാവ ദൈവം എന്തൊക്കെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രവൃത്തിയും കാര്യങ്ങളും കൂടി പ്രകൃതിയുടെ വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അതിന്റെ ഫലമായി ഈ രീതിയിലൊക്കെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.